അപ്പോൾ ഇന്ന് ഏപ്രിൽ 26, 2025 സാറ്റർഡേ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നല്ലൊരു സൂര്യപ്രകാശമൊക്കെ ഉള്ളൊരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തെ തുടക്കം തന്നെ. അങ്ങനെ നമ്മൾ രാവിലെ കാപ്പികുടിയൊക്കെ കഴിഞ്ഞു, കുറച്ച് ഫോണൊക്കെ ചെയ്തതിന് ശേഷം മക്കളും ഞങ്ങളുമൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നല്ല പൂക്കളൊക്കെ, ഇന്നിപ്പോൾ ഇവിടെ ഒരു സ്പ്രിങ്ങിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പൂക്കളൊക്കെ ഉണ്ട്. ഇപ്പം മോളെയൊക്കെ നിർത്തി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നോക്കി. അപ്പോൾ നമ്മളിന്ന് നേരെ പോകുന്നത് സാറ്റർഡേ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഞാൻ നേരത്തെയൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫാമിൽ നിന്നുള്ള മുട്ട കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അത് വാങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ള മുട്ടയാണ്, നല്ല ഫാമിൽ നിന്നൊക്കെ ഉള്ളതായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങനെ അവിടെ പോയാണ് വാങ്ങുന്നത്. അപ്പോൾ ഈ പ്രദേശത്തുള്ളവരെല്ലാം മിക്കവരും വരുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ക്യൂ നിന്നൊക്കെയാണ് ഇത് വാങ്ങുന്നത്. അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ വാങ്ങിച്ചു. ഇനി വേസ്റ്റൊക്കെ ഇടാനായിട്ട് നമുക്കൊരു ഇത്തിരി വലിപ്പം കൂടിയ ഒരു വേസ്റ്റ് ബക്കറ്റ് വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നത് കുറച്ച് വലിപ്പം കുറവാണ്. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിനൊക്കെ പറ്റിയൊരു ഷോപ്പ് കണ്ടെത്തി. അപ്പോൾ അവിടെ ചെന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇവിടെയാണെങ്കിൽ കുറേയധികം സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടു സാധനങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് വീട്ടിടാനുള്ള കാർപ്പറ്റുകൾ, അങ്ങനെയൊക്കെയുള്ള കുറേയധികം സാധനങ്ങളുണ്ട്. അപ്പം ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു വലിയ ചരുവ് ഇരിപ്പുണ്ട്. ഇതിനൊരു 25,000 ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വില വരുന്നത്. അപ്പം നമ്മൾ എടുത്തൊന്നും നോക്കിയില്ല. അപ്പോൾ അതിൻ്റെ അകത്തെ വില ഇങ്ങനെ കണ്ടതാണ്. അതിനുശേഷം പിന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ അങ്ങനെ ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ നമ്മളൊരു കാർപ്പറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഹോളിലാണെങ്കിൽ ടൈലൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ ഇരുന്ന് പടം കാണാനോ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കുമ്പോഴൊക്കെ ഒന്ന് കാല് വെക്കാനൊക്കെ ആയിട്ട് ഒരു കാർപ്പറ്റ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നി. അപ്പോൾ ഈ ഒരു കാർപ്പറ്റിന് നമ്മുടെ നാട്ടിലൊരു 4,500 രൂപയോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ചായ ഒഴിക്കുന്ന ഒരു കപ്പ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ കാണാൻ അങ്ങനെ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ചായ ഒഴിക്കുന്ന പോലെ ഒരു കപ്പ് ഞാൻ കണ്ടില്ല. ഇതുപോലെയൊക്കെയുള്ളൊരു ഗ്ലാസ് ടൈപ്പൊക്കെ കുറച്ച് വലിപ്പം ഉള്ളതൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഈ കടയിൽ നിന്ന് നമ്മൾ ആ ഒരു കാർപ്പറ്റും അതുപോലെ തന്നെ വേസ്റ്റ് ഇടാനുള്ള ബക്കറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് നമ്മളാണെങ്കിൽ ഒരു ഷൂ റാക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ടേ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഷൂ റാക്ക് വേണമെന്ന്. കാരണം ഈ ഷൂ ഒക്കെ നമ്മൾ കയറുന്നിടത്ത് തന്നെ ഇങ്ങനെ നിരത്തി ഇട്ടിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഷൂ റാക്കൊക്കെ ഫിറ്റ് ചെയ്ത് എൻ്റെ ഷൂ എല്ലാം അതിനകത്ത് അടുക്കി വെച്ചു. അങ്ങനെ ഈ സാറ്റർഡേ ഇങ്ങനെ പോയി കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു.